നമസ്കാരം. ആദ്യമായാണ് ഇങ്ങനൊരു വിവരണമായിട്ട് നിങ്ങളുടെ മുന്നിലോട്ട് എത്തുന്നത്. ഇതിനു മുമ്പ് പല വീഡിയോകളും ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു വിവരണം എന്ന രീതിയിൽ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു തെറ്റുകുറ്റങ്ങൾ സംഭവിക്കാം. അതൊക്കെ നിങ്ങൾ ക്ഷമിച്ച് ഞങ്ങളുടെ ഈ യാത്രയുടെ ഭാഗമായി നിങ്ങളും വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ യാത്ര ആരംഭിക്കുകയാണ്. കോട്ടയത്തു നിന്നും മരുത്വാമലയിലേക്ക്, അതായത് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ വർഷങ്ങളോളം തപസ്സനുഷ്ഠിച്ച മരുത്വാമലയിലേക്ക് ഞങ്ങൾ യാത്ര തുടങ്ങുകയാണ്. എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. എല്ലാ തൃപ്പാസേവർക്കും നമസ്കാരം. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ വർഷങ്ങളോളം തപസ്സനുഷ്ഠിച്ച മരുത്വാമലയിലേക്കുള്ളൊരു യാത്രാവേളയിലാണ്. നാളുകൾക്ക് ശേഷമാണ് മരുത്വാമലയിലേക്ക് പോകുന്നത് തന്നെ. പ്രത്യേകിച്ച് ആദ്യമായിട്ടാണ് ഒരു ട്രെയിൻ യാത്രയിലൂടെ മരുത്വാമലയിലേക്ക് പോകുന്നത്. അപ്പം ഞങ്ങൾ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ആണ് യാത്ര ആരംഭിക്കുന്നത്. എൻ്റെ കൂടെ എൻ്റെ സുഹൃത്തും സഹപാഠിയും ചെറുപ്പം തൊട്ട് അറിയാവുന്ന എൻ്റെ സുഹൃത്തും കൂടെയുണ്ട്. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ അവസാനമായി പ്രതിഷ്ഠ നടത്തിയ ഉല്ലല ഓങ്കാരേശ്വരം ക്ഷേത്രത്തിലെ അംഗം കൂടിയാണ് അഖിലെൻ്റെ കൂടെയുണ്ട്. ഞങ്ങളിവിടുന്ന് ഏകദേശം ഇപ്പം 9:15 9:15 ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങി. ഇപ്പം ട്രെയിൻ വരുന്നതിൻ്റെ ഒരു ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പം അഖിലെൻ്റെ കൂടെ ഉണ്ട്. അഖിലാണ്. ഞങ്ങൾ രണ്ടും കൂടിയാണ് മരുത്വാമലയിലേക്ക് പോകുന്നത്. അപ്പം ഉടൻ തന്നെ ട്രെയിൻ ഈ പ്ലാറ്റ്ഫോമിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. ഇതുവരെ എത്തിയിട്ടില്ല, പക്ഷെ അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. കന്യാകുമാരി ട്രെയിനാണ്. അപ്പോൾ ബാക്കി നമുക്ക് യാത്രാവേളയിൽ കാണാം. ഗുരുദേവനാരായണം ഭജേ അവതാരനാരായണം ആത്മീയനാരായണം ഭജേ അവധൂതനാരായണം ഗുരുദേവനാരായണം ഭജേ അവതാരനാരായണം ഭയങ്കര വരെ എത്തി. ട്രെയിൻ അവിടുന്ന് വേറെ ട്രെയിൻ കൊണ്ട് ബ്ലോക്ക് ചെയ്ത് പിടിച്ചിട്ടിരിക്കുകയാണ്. അവിടെ തന്നെ പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു. സമയം ഇപ്പോൾ 2:30 കഴിഞ്ഞു. അവിടുന്ന് 10:30 ആയപ്പോൾ പോകുന്നതാണ്. കാണാം. അവധൂതനാരായണം എല്ലാവർക്കും വീണ്ടും നമസ്കാരം. അങ്ങനെ നീണ്ട ഒരു യാത്ര, ഏകദേശം ഒരു 8-9 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് മരുത്വാമല വണ്ടിയിൽ കയറി പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ ഞങ്ങൾ മരുത്വാമലയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ പുറകിൽ കാണുന്നതാണ് മരുത്വാമല. സന്ധ്യയായി ഒരു 7 മണിയായ റേഞ്ചിലോട്ട് മാറിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ക്ലിയർ ആകാത്തത്. പുറകിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും മരുത്വാമലയുടെ താഴ്വാരമാണത്. ഞങ്ങളിനി മരുത്വാമല ഇന്നായാലും മരുത്വാമല കയറുന്നില്ല. ഞങ്ങൾ താഴെ സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ തന്നെ മരുത്വാമലയിലോട്ട് കയറാനാണ്. അപ്പം പിന്നെ കാണാം. ഓം ശ്രീനാരായണ പരമഗുരുവേ നമഃ. ഞങ്ങളിപ്പോൾ മരുത്വാമലയുടെ താഴ്വാരത്താണ്. അപ്പോൾ ഏകദേശം 6 മണിയായിട്ടുണ്ട്. ഞങ്ങൾ മരുത്വാമല കയറാൻ പോവുകയാണ്. സമഭാവനാരായണം
ഭജേ ഗുരുപാദനാരായണം ഏകാന്തനാരായണം ഭജേ വേദാന്തനാരായണം ശിവഗിരിനാരായണം ഭജേ കവിഗുരുനാരായണം അരുൾമൊഴി നാരായണം ഭജേ തിരുമിഴി നാരായണം എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനെ കിലോമീറ്ററുകൾ സഞ്ചരിച്ച് മരുത്വാമലയിലെ പിള്ളത്തടം ഗുഹയിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ കാണുന്നതാണ് പിള്ളത്തടം ഗുഹ. ഞങ്ങളതിലോട്ട് കയറി വിളക്ക് കത്തിച്ചൊരു പ്രാർത്ഥനയിലേക്ക് കടക്കാൻ പോവുകയാണ്. ഒരാൾക്ക് മാത്രം സഞ്ചരിക്കാൻ പറ്റുന്നൊരു ഗുഹയാണ്. ശ്രീനാരായണ പരമഗുരവേ നമഃ. ഗുരവേ നമഃ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. അപ്പോൾ ഞങ്ങൾ ഭഗവാൻ തപസ്സനുഷ്ഠിച്ച പിള്ളത്തടം ഗുഹയിൽ പ്രാർത്ഥനയും കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ്. അഭിമാനനാരായണം ഭജേ അദ്വൈതനാരായണം. സമഭാവന
ഞങ്ങൾ തിരിച്ചിറങ്ങി പകുതിയോളം എത്തിയിരിക്കുകയാണ്. മരുത്താമലയുടെ കയറ്റത്തെക്കാളും പാടാണ് ഇറക്കം. ഇപ്പോൾ മനസ്സിലായ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ മരുത്താമല ഒന്ന് സന്ദർശിക്കുകയും പിള്ളത്തടം ഗുഹയിൽ ചെന്ന് ഒരു പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും ചെയ്യണം. ഏകാന്തനാരായണം ഭജേ വേദാന്തനാരായണം ശിവഗിരിനാരായണം ഭജേ. എല്ലാ ശ്രീനാരായണനും സമയം കിട്ടുന്ന അവസരങ്ങൾ ഇവിടെ വരികയും മരുത്താമലയിൽ കയറി, കൂടാതെ ഇവിടെ ആശ്രമമുണ്ട്, ആശ്രമത്തിൽ താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങളുടെ യാത്ര ഇപ്പോൾ അവസാനിക്കുകയാണ്. തിരിച്ച് നാട്ടിലേക്ക് ഇന്നലെ രാവിലെ തുടങ്ങിയ യാത്രയാണ്. ഇന്ന് വൈകുന്നേരത്തേക്ക് തിരിച്ച് കയറുന്ന രീതിയിലുള്ള പ്ലാനിങ്ങാണ് ഉള്ളത്. മരുത്താമല കയറി ഇറങ്ങി ഞങ്ങൾ തിരികെ ആശ്രമത്തിൽ ചെന്നിട്ട് തിരിച്ചു പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. വീണ്ടും കണ്ടുകൊണ്ടാണ്. നന്ദി, നമസ്കാരം. അരുൾമൊഴി നാരായണം ഭജേ തിരുമിഴി നാരായണം ഗുരുകൃപ നാരായണം ഭജേ.